മഴത്തോരും മുമ്പയുടെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനു കടപ്പാട്ടൂരിൽ നിന്നും അലീനയോട് യാത്ര പറഞ്ഞിറങ്ങുവാണ്. അലീനയെ തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് മനു കാറിനടുത്തേക്ക് പോകുന്നത്. കാറിനടുത്തെത്തിയതും ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അലീനയ്ക്ക് ബൈ പറഞ്ഞുകൊണ്ടാണ് കാറിൽ കയറുന്നത്. മാമച്ചായനും ഗ്രേസിയായ്ക്കും രേവതിക്കുട്ടി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. മാമച്ചായനുള്ള പ്ലേറ്റിൽ ഒരു ചപ്പാത്തിയും കുറച്ച് കറിയുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മാമച്ചായൻ പറയുന്നുണ്ട്, ഇത് പൂച്ചയുടെ പ്ലേറ്റ് അല്ല. എനിക്കറിയാം, പൂച്ചയ്ക്കുള്ള അത്രയും ഇപ്പോൾ കഴിച്ചാൽ മതി. ഇത് കണ്ടിട്ട് നമ്മുടെ ഗ്രേസിയ സൂക്ഷിച്ചൊന്നും നമ്മുടെ രേവതിക്കുട്ടിയെ നോക്കുന്നുണ്ട്. എടി, നിനക്ക് ഞാൻ ബിരിയാണി വാങ്ങിച്ചത് എല്ലാം വെറുതെ ആയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചോദിക്കുന്നത്. മാമച്ചായൻ കേൾക്കുന്നുമില്ല. മാമച്ചായനാണെങ്കിൽ രേവതിക്കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ തർക്കിക്കുന്നുണ്ട്. പക്ഷേ രേവതിക്കുട്ടി ഉരുളക്ക് ഉപ്പേരി പോലെയാണ് മറുപടി പറയുന്നത്. ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നുമില്ല. പിന്നീട് നമ്മുടെ അലീന കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് ഡോറ് തുറന്ന് നോക്കുകയാണ്. അപ്പോഴതാ മുന്നിൽ നിൽക്കുന്നു നമ്മുടെ രോഹിത് ഒരു പെൺകുട്ടിയുമായി വന്നിരിക്കുകയാണ്. രോഹിത്തിനെയും പെൺകുട്ടിയെയും ഇങ്ങനെ അലീന മാറി മാറി നോക്കുന്നുണ്ട്. അവൾ ആദ്യമായാണ് ഈ കുട്ടിയെ കാണുന്നത്. രോഹിത് സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. അലീന ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് രോഹിത് പറയുന്നുണ്ട്, അത് നീ അറിയേണ്ട കാര്യമില്ല, നീ ഇത് ചോദിക്കാൻ നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല, അത് തന്നെയാണ് നിൻ്റെ പ്രശ്നവും. രോഹിത് ഇതാരാണ് വീണ്ടും ചോദിക്കുകയാണ് അലീന. പക്ഷേ രോഹിത് മറുപടി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ നിന്നോട് മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? എനിക്ക് ഇഷ്ടമുള്ളവരെയും കൊണ്ട് ഞാനിവിടെ വരും. അതെല്ലാം ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത് അവളെയും കൊണ്ട് അങ്ങ് അകത്തേക്ക് കയറുക.